അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കോഫി കേക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് നാളായി കേക്കിൻ്റെ റെസിപ്പി കൊണ്ടുവന്നിട്ട്. എനിക്ക് ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അധികം കേക്ക് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കേക്ക് കൊണ്ടുവരാത്തത്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നിയാൻ ന്യൂവിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കോഫി കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ചേർത്തതിന് ശേഷം നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് കോഫി കേക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ കോഫി പൗഡർ വെച്ച് ഒരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. നല്ല കോഫി പൗഡർ തന്നെ ചേർക്കാൻ നോക്കുക. ബ്രൂവോ നെസ്കഫയോ അങ്ങനെ എന്തെങ്കിലും. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് മുട്ടയുടെ മഞ്ഞക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവറുള്ള ഓയിലൊന്നും എടുക്കരുത്. അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ മൈദ ജസ്റ്റ് ഒരു തവണ ഒന്ന് അരിച്ചിട്ട് ചേർത്താൽ മതി. ഇപ്പം ഞാനിത് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ടാണ് ഉണ്ടാവുക ഈ ബാറ്റർ. കുറച്ച് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീം പരുവായിട്ട് എടുക്കണം. അതിന് മുമ്പായിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെക്കുക. നമ്മൾ ഈ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. നമ്മൾ പഞ്ചസാര കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ലോ സ്പീഡിൽ അടിക്കുക, എന്നിട്ട് ഹൈ സ്പീഡിലോട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ കുറച്ചായിട്ട് പഞ്ചസാര ഇടുമ്പോൾ നല്ല ക്രീം പരുവായിട്ട് കിട്ടും നമുക്ക്. ഇപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ പൗഡറോ ഒന്നും ചേർക്കുന്നില്ല, പകരം വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. കണ്ടോ, ഇത് താഴോട്ടൊന്നും പോകുന്നില്ല, അതാണ് പരുവം. ഇനി നമുക്ക് ആ മുട്ടയുടെ വെള്ളയ്ക്കകത്തുനിന്ന് കുറച്ചായിട്ട് നമ്മുടെ ബാറ്ററിനകത്തോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യരുത്. ഈ മുട്ടയുടെ വെള്ളം ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് കേക്ക് ടിന്നിനകത്ത് ഒഴിക്കുവാണ്. ഞാനത് ഓൾറെഡി ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടവി വച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ടിന്നിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വല്ലാണ്ട് പൊങ്ങി വന്നിട്ട് എൻ്റെ അടപ്പിനകത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയ സമയത്ത്. അപ്പം ഞാനിവിടെ ഒരു ദോശത്തവ പഴയത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചു. എന്നിട്ട് അതിനകത്തൊരു ചെറിയൊരു ഇത് വെച്ചിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കേക്ക് ടിന്ന് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 40-45 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നന്നായിട്ട് എൻ്റെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ അടച്ചു വെച്ച അടപ്പിലൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ നടുഭാഗമൊന്നും കാണാൻ വലിയ വൃത്തിയില്ല. അതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് കളയും. കാരണം ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് തന്നെ എത്രത്തോളം പൊങ്ങുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കത്തി. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മേൽഭാഗം ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇനി നമുക്കിതിനെ 2 പോർഷനാക്കി മാറ്റാം. നിങ്ങളുടെ അടുത്ത് കത്തിയില്ലെങ്കിൽ നൂല് വെച്ച് കട്ട് ചെയ്താൽ മതി. അതൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റത്തെ കേക്കിൻ്റെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ അത് കാണുക. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക്. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല തിക്കായി കിട്ടാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും 1 ടീസ്പൂൺ വെള്ളവും കൂടി മിക്സ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
ഒരു ചെറിയൊരു കോഫി പൗഡറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ വെക്കാം. അടിയിൽ കുറച്ച് ക്രീം വെക്കുവാണെങ്കിൽ ലെയർ നല്ല സെറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ലപോലെ അപ്ലൈ ചെയ്യുക, എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്രീമും വേണ്ട, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഫുള്ളത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കാം. അതുണ്ടെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പും വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ക്രീം ഇതേപോലെ തന്നെ ആക്കി കൊടുക്കാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല, കാരണം ഞാൻ എൻ്റെ 1-2 വീഡിയോ ഞാൻ കേക്കിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറഞ്ഞിട്ട് നിങ്ങളുടെ ടൈം കൂടെ വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തോട്ട് നോക്കിയാൽ മതി, വേറെ കേക്കിൻ്റെ വീഡിയോ ഉണ്ട്. ഇനി നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല ക്രീം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അലിയത്തില്ല. ഇനി ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്ലവർ വരയ്ക്കാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ്, കാരണം എനിക്ക് ഒത്തിരി നേരം നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർത്തതാണ്. ഫുള്ളായിട്ട് ഞാൻ ഫ്ലവർ ചെയ്യാണ് ചെയ്തത്. നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് മേലെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്ലവർ വരച്ചിട്ടുണ്ട്, സൈഡിലും മേളിലൊക്കെ ആയിട്ട്. കണ്ടോ? എന്നിട്ട് ഗ്യാപ്പുള്ളിടത്ത് ഞാൻ ജസ്റ്റ് ക്രീമൊന്ന് വെച്ച് കൊടുത്തിട്ടുമുണ്ട്. ഇനി എല്ലാവരുടെയും ഒന്ന് ചോക്കോ ചിപ്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെക്കറേഷനും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബേക്കിംഗ് പൗഡർ സോഡയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. നല്ല അടിപൊളി കേക്കാണ്, കാരണം കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം മടിയില്ലാണ്ട് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.